ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മന്ദനയുടെ മനോഹരന്റെ വിവാഹം ഉറപ്പിക്കാട്ടോ. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ കല്യാണി കിരണോട് പറയണ്ട്, അങ്ങനെ മന്ദനയുടെ കഴുത്തിലേക്ക് മനോഹർ താലി കെട്ടാൻ പോവാണ്. അവൻ ഒരുപാട് പെമ്പിള്ളേരെ താലി കെട്ടി പറ്റിച്ച് ചതിച്ച് കളഞ്ഞവനാണ്. ആദ്യമായിട്ടായിരിക്കും ഒരു ആൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോണത്. അതേതായാലും നന്നായി. അല്ല, ഇനി നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന് കല്യാണി അടുത്ത് കിരൺ ചോദിക്കുമ്പോഴേക്കും കല്യാണി പറയണ്ട്, ഇനി എന്താ ഉദ്ദേശം വെച്ചാൽ ഞാൻ കിരണിട്ടുണ്ട് പറഞ്ഞുതരാം. വേറൊന്നല്ല, സരിയു എല്ലാ കാലത്തും ഇങ്ങനെ ഇരുന്നാ മതിയോ? അവളെ നശിപ്പിക്കാൻ വേണ്ടി മനോഹറിനെ നമ്മൾ വളർത്തുന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ മനോഹർ മറ്റു പെൺപിള്ളേരുടെ ജീവിതം കൂടി നശിപ്പിക്കണമെന്ന് കിരണേട്ടന് ഓർമ്മ വേണം. ഇപ്പൊ എത്ര പെൺകുട്ടികളായി അവന്റെ വലയിൽ കുടുങ്ങിയിട്ട് അവസാനം സരിയുവിനല്ല, അതിനുശേഷം നിഷേനെ കല്യാണം കഴിക്കാൻ പോയി, അതിനുശേഷം മിക്കി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോയി, പിന്നെ ഡോണ, അതുപോലെ തന്നെ നമ്മുടെ നിഷ, നിത, അവൻ ഒരുപാട് പെമ്പിള്ളേര്. ഇനിയും അവന് വെച്ചോണ്ടിരുന്ന ശരിയാവില്ല കിരണേട്ടാ. അവനിട്ടൊരു പണി കൊടുക്കണം. അതിന് സരിയു കുറച്ച് വിഷമിക്കേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല. അവൾ ഇത്രയൊക്കെ അനുഭവിച്ചില്ലേ, അത്ര മതി. മനോഹറിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയൊക്കെ അനുഭവിച്ചാൽ മതി. ഇനി മനോഹർ ആരാണെന്നും എന്താണുള്ള സത്യം സരിയു മനസ്സിലാക്കിയേ പറ്റൂ. അതിനുള്ള സമയമാണ് കിരണേട്ട എന്ന് പറയുമ്പോ കിരൺ പറയണ്ട്, അത് ശരിയാണ് നീ പറഞ്ഞത്. എപ്പോഴും നമ്മളിങ്ങനെ സരിയുവിനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് മനോഹരനായിരുന്നു വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ആ സത്യം എന്തായാലും സരിയുടെ മുമ്പിൽ പൊട്ടിക്കാനുള്ള സമയം എന്നാ എനിക്കും തോന്നുന്നത്. അച്ഛനും അങ്ങനെ തന്നെയാ പറഞ്ഞത്, അമ്മയും അങ്ങനെ തന്നെയാ പറഞ്ഞത്. അതെ, അതും കൂടി ആകുമ്പോഴേക്കും സരിയുവിന്റെ പരാജയം പൂർണ്ണമാവും. നമുക്കൊരു കാര്യം ചെയ്യാം. എന്നാലും വന്ദനയുടെ മനോഹറിന്റെ വിവാഹമാണല്ലോ അടുത്ത്. ആ വിവാഹത്തിന് നമുക്ക് സരിയുവിനെ ക്ഷണിക്കാം. സരിയ വന്ന ആ വിവാഹം കാണട്ടെ. അതിനുശേഷം അവൾ തീരുമാനിക്കട്ടെ എന്ത് വേണോന്നുള്ളത് എന്ന് പറയാണ് കിരൺ. പറയണ്ട, അതെ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയാണ്. എന്തായാലും വന്ദനയുടെയും അതുപോലെ തന്നെ മനോഹറിന്റെ വിവാഹ ദിവസം തന്നെ സരിയു സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. തന്റെ മനോ ഏട്ടൻ എന്ന് പറഞ്ഞത് ഒരു കല്യാണ തട്ടിപ്പ് വീരനാണെന്നുള്ള സത്യം സരിയു മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അത് അടുത്ത ആഴ്ചയ്ക്ക് ഉണ്ടാവുള്ളൂ. അടുത്ത ആഴ്ചയിൽ നമ്മുടെ മനോഹറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ വന്ദനയുടെയും വിവാഹം കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.